ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ട്രിപ്പ് വ്ളോഗിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ വേഗം പോയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി പാർട്ട് 1 കണ്ടിട്ട് വരിക. ആൻഡ് യെസ്, പാർട്ട് 2 നമ്മളെ സെക്കൻഡ് ഡേ ആണ് ഈ കാണിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ നേരത്തെ എണീച്ചിട്ടുണ്ടായിനി. കോട ഉണ്ടാവുമെന്ന് വെച്ചിട്ട് കോട കാണാമെന്നില്ല മൈൻഡ് വെച്ചിട്ടാണ് നമ്മൾ രാവിലെ എണീച്ചിട്ടുണ്ടായത്. പക്ഷെ കോടയൊന്നും വലുതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ റിസോർട്ടൊന്ന് ചുറ്റി കാണാൻ പോയി. അതിൻ്റെ പുറത്തെല്ലാം പോയിട്ടിരുന്നു, ഊഞ്ഞാലക്കാടി. അങ്ങനെ നമ്മൾ അവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. കുറച്ച് സമയം ബാഡ്മിൻ്റൺ എല്ലാം കളിക്കാൻ വലുതായിട്ട് അറിയൊന്നുമില്ല, പക്ഷേ ഇവരുടെ ആകുമ്പോൾ ഒരു രസമാണ്. അങ്ങനെ ഞാൻ ബാഡ്മിൻ്റൺ എല്ലാം കുറച്ച് നേരം കളിച്ചു. പിന്നെ നമ്മൾ അവിടെ കണ്ട ഒരു സ്വിങ്ങെല്ലാം കുറച്ച് നേരം ആടി കളിച്ച് അങ്ങനെ നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായി. നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഒരു രക്ഷ ഉണ്ടായിട്ടില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. ആ കടലക്കറിയും പുട്ടുമെല്ലാം എനിക്ക് നല്ല ഇഷ്ടമുണ്ടായി. പിന്നെ നമ്മൾ നേരെ റൂമിൽ വന്ന് നമ്മൾ റെഡി ആയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡാൻസ് റീൽ ഷൂട്ട് ചെയ്തിന്. അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ബ്ലൂപ്പർ വീഡിയോസാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ലേ. ഡാൻസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സോൺ ഔട്ട് ആയിട്ടുണ്ടായിന്. അങ്ങനെ ഉണ്ടായൊരു ബ്ലൂപ്പറാണിത്. അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഗൈഡിനെ തന്നിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ആ റിസോർട്ടൊന്ന് ചുറ്റിക്കാണാൻ പോയതാണ്. നമ്മൾ നേരെ പോയത് അവർ തേനീച്ച വളർത്തുന്ന ഒരു സ്ഥലത്തേക്കാണ്, ബീ ഫാമിലേക്ക്. അവിടെ തന്നെ ഉണ്ടാക്കുന്ന തേൻ അവിടെ അവൈലബിൾ ആണ് സെയിലിന് എന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ അടുത്ത മാനേജർ ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായി. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, കേട്ടിരുന്നു പോയി ആ കാര്യങ്ങൾ. പിന്നെ നമ്മൾ പോയത് അടുത്ത മെയിൻ ആളെ കാണാനാണ്, ജല്ലിക്കെട്ട് കാള. ഇവനാന്നിട്ട് ആള് നല്ല സൈസ് ഉണ്ടായിന്. ആൾക്കാരെ തീരെ അടുപ്പിക്കൂല എന്നാണ് പറഞ്ഞത്. ഏതോ മിനിസ്റ്റർ അവർക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ചെറുതിൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടായേ. അങ്ങനെ നമ്മൾ അവരെല്ലാം കണ്ടിട്ട് നേരെ പോകുന്നത് അടുത്തേക്ക് ആ വാട്ടർഫോൾ ഏരിയയിലേക്കാണ്. നമുക്ക് അവരൊരു ഗൈഡിനെ തരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. എവിടുന്ന് അടുത്തേക്ക് പോകണമെന്ന് അവർ ഡയറക്റ്റ് നമ്മളെ കൂട്ടിയിട്ട് പോകുന്നുണ്ടായിനി. ആൻഡ് നമ്മൾ എത്തിയിരിക്കുകയാണ് വാട്ടർഫോൾ ഏരിയയിലേക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് കേരള കർണാടക ബോർഡറിലാണ് ഈ ഒരു വാട്ടർഫോൾ. ആൻഡ് അതിൽ നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ റെഡി ആയിട്ട് വന്നുകൊണ്ട് തന്നെ അതിൽ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഗൈഡ് പറഞ്ഞിരുന്നുണ്ടായിരുന്നു ഭയങ്കര ക്ലിയർ വാട്ടറാണ്. അങ്ങനെ അതും കണ്ട് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ചിന് നല്ല സദ്യ വിത്ത് ചിക്കൻ കറി ആയിരുന്നു, അതും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ബസ്സിൽ തന്നെയാണ് തിരിച്ചു വരുന്നുണ്ടായേ. ബസ് കയറിയിട്ട് സീറ്റിലിരിക്കാൻ കുറേ കൺഫ്യൂഷൻ ആയിരുന്നു. നാലൊക്കെ ഒരുമിച്ചിരിക്കണമല്ലോ, അതുകൊണ്ട് കുറേ സ്ഥലത്ത് കയറിയിരുന്നു. അപ്പോൾ ഡ്രൈവർ അങ്കിൾ നമ്മളോട് ചോദിച്ച് നിങ്ങളെന്താ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നതാണോ, സീറ്റ് നമ്പർ നോക്കി നടക്കാമെന്നോ എല്ലാം ചോദിച്ചിട്ടുണ്ടായി. അങ്ങനെ നമുക്ക് ചെറുതായിട്ടൊരു വിഷമമുണ്ട് തിരിച്ച് വരുന്നതിൽ. അങ്ങനെ നമുക്ക് അടുത്ത ട്രിപ്പിന് മീറ്റ് ചെയ്യുക, ഇതേപോലെ എൻജോയ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ആൻഡ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.